ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. പ്രോബയോട്ടിക്കുകൾ കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സംശയമുള്ള കാര്യമാണ്. എന്താണ് ഈ പ്രോബയോട്ടിക് സപ്ലിമെൻറ്റുകൾ നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കണോ? ഈ പ്രോബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള പല രോഗങ്ങളും മറ്റ് മരുന്നുകൾ കഴിക്കാതെ മാറുമോ എന്നൊക്കെ. പലപ്പോഴും ക്ലിനിക്കുകളിൽ, ഇന്നലെയും എൻ്റെ ക്ലിനിക്കിൽ ഒരാൾ ഒരു ബോട്ടിൽ കൊണ്ടുവന്നിട്ട്, ഡോക്ടർ ഇത് എൻ്റെ ഒരു സുഹൃത്ത് തന്നതാണ്, ഇത് കഴിച്ചാൽ മതി, ഇത് പ്രോബയോട്ടിക് ആണെന്ന് പറഞ്ഞു. ഇങ്ങനെ ആഴ്ചയിൽ 2-3 ആൾക്കാർ അവർ എൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് കൊണ്ടുവരുന്നത് ഒരു ലോഡ് പ്രോബയോട്ടിക്കിൻ്റെ പാക്കറ്റുകളും സ്ട്രിപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം കഴിക്കണോ വേണ്ടതെന്നൊക്കെ ആയിരിക്കും ഞാൻ ഉത്തരം പറയേണ്ടത്. ഇത് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴുള്ള പല ഡോക്ടർമാർ നേരിടുന്നൊരു വിഷയം തന്നെയാണ്. ഈ കൊണ്ടുവരുന്ന സാധനം കഴിക്കണോ വേണ്ടതെന്നായിരിക്കും ഇവർ ചോദിക്കുക. എന്തുത്തരം പറയും എന്നുള്ളൊരു വിഷയവുമുണ്ട്. വിശദീകരിച്ച് തരാം. ആദ്യം എന്താണ് ഈ പ്രോബയോട്ടിക്സ് എന്നും നമ്മളിത് കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പറഞ്ഞുതരാം. പ്രോബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഈ ഗുളികയോ സപ്ലിമെൻറ്റുകളോ അല്ല. പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ജീവിക്കുന്ന കോടാനുകോടി, നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള കോടാനുകോടി സൂക്ഷ്മജീവികളാണ് നമ്മൾ ഈ പ്രോബയോട്ടിക്കുകൾ എന്ന് പറയുന്നത്. ഈ പ്രോബയോട്ടിക് ജീവികൾ എന്ന് പറയുന്നതിനകത്ത് ബാക്ടീരിയകളുണ്ട്, ഫംഗസുകൾ, ഈസ്റ്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് ഒരേപോലെ ഗുണകരമായിട്ടുള്ളതുമുണ്ട്, ദോഷകരമായിട്ടുള്ളതുമുണ്ട്. ഇത് നമ്മുടെ നാട്ടിലുള്ള ഭൂരിപക്ഷം പേരും വിചാരിക്കുന്നത് നമ്മുടെ കുടലിനകത്താണ് ഈ പ്രോബയോട്ടിക്കുകൾ, അതായത് ഈ സൂക്ഷ്മാണുജീവികൾ, ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ ജീവിക്കുന്നത്. അല്ല, കുടലിനകത്ത് മാത്രമല്ല ഉള്ളത്. ഒന്ന് കുടലിനകത്തുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ മൂക്കിൻ്റെ ഉൾവശത്ത്, മൂക്കിൻ്റെ ഈ ഭാഗത്ത് ധാരാളം കോടാനുകോടി ജീവികൾ ജീവിക്കുന്നുണ്ട്. അതേപോലെ തൊണ്ടയിൽ, ഫാരിങ്സിൽ, തൊണ്ടക്കുഴിയിൽ ഈ ഭാഗത്തെല്ലാം ബാക്ടീരിയകൾ ജീവിക്കുന്നുണ്ട്. ഇവിടെയും കഴിയുന്നില്ല. നമ്മുടെ സ്കിന്നിൽ ധാരാളം ബാക്ടീരിയകൾ, കാരണം ഒരു സ്റ്റഫൈലോകോക്കസിൻ്റെ ഒരു വെറൈറ്റി ബാക്ടീരിയ നമ്മുടെ സ്കിന്നിൽ ജീവിക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന്, സ്കിന്നിൻ്റെ രോഗപ്രതിരോധ ശേഷിക്ക്, സ്കിന്നിൻ്റെ മൃദുത്വം നിലനിർത്തുന്നതിന് ഇതെല്ലാം വലിയ തോതിൽ സഹായിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് അവരുടെ യോനിക്കകത്ത്, വജൈനയ്ക്കകത്ത് ബാക്ടീരിയകൾ, പ്രത്യേകിച്ച് ലാക്ടോബാസിലസ് പോലുള്ള ഗ്രൂപ്പുകൾ ജീവിക്കുന്നുണ്ട്. ഈ ബാക്ടീരിയകളും ഫംഗസുകളും ഈസ്റ്റുകളും എല്ലാം തന്നെ നമ്മുടെ കുടലിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് ഒരു സിംബയോസിസ് മെത്തേഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക്, അവയും ജീവിക്കും, മനുഷ്യനും ജീവിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എപ്പോഴാണോ ഈ ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും ഈ രീതിക്കൊരു താളപ്പിഴ ഉണ്ടാകുന്നത്, അത് നമ്മുടെ ശരീരത്തിന് പലവിധ അസുഖങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഈ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രോബ്ലം വന്നു, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അസുഖം വന്നു, ഇല്ലെങ്കിൽ അസുഖത്തിന് കഴിക്കുന്ന ചില മരുന്നുകളുണ്ടെങ്കിൽ ഇവ നമ്മുടെ ശരീരത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ കുടലിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലോ ജീവിക്കുന്ന ബാക്ടീരിയകൾ നശിച്ചു പോകുന്നതിന് കാരണമാകും. ചില സ്ത്രീകൾക്ക് വിട്ടുമാറാതെ മൂത്രത്തിൽ പഴുപ്പ് വരുന്നതിനോ, അല്ലെങ്കിൽ വെള്ളപോക്ക് കംപ്ലയിൻ്റ് ഉണ്ടാകുന്നതോ, ചിലർക്ക് വയറിന് സ്ഥിരമായിട്ട് കംപ്ലയിൻസ് ഉണ്ടാകുന്നതിനോ, ഗ്യാസ് ഉണ്ടാകുന്നതിനോ, നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു പോകുന്നതിനോ, അലർജി രോഗം വിട്ടുമാറാതിരിക്കുന്നതിനോ എല്ലാം ഇത് ഒരു പ്രധാന കാരണമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ശരീരത്തിനകത്ത് ജീവിക്കുന്ന എല്ലാ ബാക്ടീരിയകളും ഗുണകരമാണ് എന്നർത്ഥമില്ല. ഒരേപോലെ ഗുണകരമായിട്ടുള്ളവയുമുണ്ട്, അപകടകരമായിട്ടുള്ളവയുമുണ്ട്. ഇത് തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അവർ പോകുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിനകത്ത് വലിയ പ്രോബ്ലംസ് ഉണ്ടാകാറില്ല. അതാണ് സാധാരണ ഈ പ്രോബയോട്ടിക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് ചെയ്യുന്നതും സംഭവിക്കുന്നതും. ഇത് ഒരേപോലെ ഇവിടെ ഫങ്ഷൻസ് എന്താണെന്ന് പറഞ്ഞുതരാം. പ്രധാനമായിട്ടും നമ്മുടെ രോഗപ്രതിരോധ ശേഷി നിലനിർത്തുന്നതിന്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായിട്ട് ദഹിക്കുന്നതിന്, ദഹനം ഒരേപോലെ നടക്കുന്നതിനൊപ്പം തന്നെ മലശോധന കൃത്യമായിട്ട് നടക്കുന്നതിന്, ഈ പറഞ്ഞ പോലെ ശരീരത്തിൻ്റെ എല്ലാ മ്യൂക്കസ് മെംബ്രെയിൻ്റെയും അകത്ത് ഒരു കാവൽ മാലാഖയെ പോലെ ഇവർ നിൽപ്പുണ്ട്. പ്രത്യേകിച്ച് പുതിയ രോഗാണുക്കൾ വന്നു കയറിയപ്പോലും ഇവ തുരത്തി ഓടിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന്, സ്കിന്നിൻ്റെ ഡ്രൈനെസ് ഒന്നും വരാതെ നിലനിർത്തുന്നതിന്, സ്കിന്നിൻ്റെ ചുളിവുകൾ വരാതെ തിളക്കം നിലനിർത്തുന്നതിനെല്ലാം ഈ ബാക്ടീരിയകളും ഫംഗസുകളും എല്ലാം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ ഇവയുടെ അളവ് കുറയുന്ന സമയത്തോ, ഇല്ലെങ്കിൽ ഇവയ്ക്ക് വംശനാശം സംഭവിക്കുന്ന സമയത്തോ ദോഷകരമായിട്ടുള്ള ബാക്ടീരിയകളോ ഫംഗസുകളോ കയറി നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം. പലയിനം വൈറസുകൾ നമ്മുടെ ശരീരത്തിൽ കയറുന്നതും രോഗപ്രതിരോധ ശേഷി കുറയുകയൊക്കെ ചെയ്യുന്നത് ഈ പ്രോബയോട്ടിക് സൂക്ഷ്മാണുക്കളുടെ ഒരു അഭാവം കൊണ്ട് സംഭവിച്ചു എന്ന് പറയാം. നമ്മുടെ ഭൂമി നിലനിർത്തുന്നതിന് ആമസോൺ കാടുകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? ഈ ആമസോൺ കാടുകളെ പോലെയാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പ്രധാന നാച്ചുറൽ കാടുകളെ പോലെയാണ് നമ്മുടെ ശരീരത്തിനകത്ത് ജീവിക്കുന്ന ഈ സൂക്ഷ്മാണുക്കൾ. എപ്പോഴാണോ ഈ കാട്ടിൻ്റെ ഒരു നോർമൽ വ്യവസ്ഥിതി നഷ്ടപ്പെട്ടു പോകുന്നത്, അത് മനുഷ്യനെ ഉൾപ്പെടെ ബാധിക്കുമെന്ന് പറയാറില്ലേ? പ്രത്യേകിച്ച് പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നുണ്ട്. കാട്ടിൽ 1-2 മൃഗങ്ങൾ പോയിരുന്നാലോ, ഇല്ലെങ്കിൽ കാട്ടിൽ മരങ്ങൾ പോയിരുന്നാലോ, അത് നമ്മൾ പൂർണ്ണമായിട്ട് അവിടെ പോയി അത് വച്ച് പിടിപ്പിച്ചാലേ കാട് വളരുമെന്നുണ്ടോ? ഇല്ലല്ലോ. കാട് നോർമലി അതിൻ്റെ ആവാസ വ്യവസ്ഥ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് പോകും. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിനകത്തും നമ്മുടെ ശരീരത്തിലുള്ള ഈ സൂക്ഷ്മാണുക്കൾക്ക് അവയുടെ ആവാസ വ്യവസ്ഥിതി കൃത്യമായിട്ട് മാനേജ് ചെയ്ത് പോകാൻ അറിയാം. മനുഷ്യൻ പുതിയതായിട്ടൊന്നും കൊടുക്കേണ്ട കാര്യം അവിടെ വരുന്നില്ല.
എന്നാൽ പലർക്കും സംശയം തോന്നുന്നത് ഈ സപ്ലിമെൻറ്റുകൾ അപ്പോൾ ആവശ്യമില്ലേ, ഇതൊക്കെ കഴിക്കേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടോ എന്നുള്ള കാര്യവും പലർക്കും സംശയം തോന്നാം. ഈ നമ്മുടെ ശരീരത്തിനകത്ത് ജീവിക്കുന്ന ഈ ബാക്ടീരിയകളും ഫംഗസുകളും എല്ലാം തന്നെ ഇതിനകത്ത് നമ്മൾ സപ്ലിമെൻറ്റുകൾ വഴി പൂർണ്ണമായിട്ടും കൊടുക്കാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇന്ത്യയിലുള്ള ജനസംഖ്യയുടെ എത്രയോ മടങ്ങ് ട്രില്യൺ കണക്കിന് ബാക്ടീരിയകളോ ഫംഗസുകളോ ആണ് നമ്മുടെ ശരീരത്തിനകത്തുള്ളത്. അത് ചെറിയൊരളവ് നൽകി അവയെ നമുക്ക് പരിപോഷിപ്പിച്ച് വയറിനകത്ത് നിർത്താനോ സ്ഥിരമായിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇവ നോർമലായിട്ട് നിൽക്കുന്ന ഒന്നും അർത്ഥമില്ല. നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ഇവയ്ക്ക് വളരാനുള്ള ഒരു ആവാസ വ്യവസ്ഥ നോർമലായിട്ടുണ്ടെങ്കിൽ ഇവ വളർന്നോളും. ജനിക്കുന്ന ഒരു കുഞ്ഞ്, മുലകുടി മാറാത്ത ചെറിയ ഒരു കൈക്കുഞ്ഞില്ലേ, കൈക്കുഞ്ഞിൻ്റെ വയറിൽ പോലും ഈ ബാക്ടീരിയൽ ഫ്ലോറ ഉണ്ടാകുന്നുണ്ട്. ആ ബാക്ടീരിയകൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മനുഷ്യൻ്റെ ശരീരത്തിൽ ചെറിയ അപ്പൻഡിക്സ് ഇല്ലേ, പലപ്പോഴും ശരീരത്തിന് ആവശ്യമില്ല എന്ന് പറയുന്ന അപ്പൻഡിക്സ് പോലും ഈ നമ്മുടെ ശരീരത്തിനകത്തുള്ള ബാക്ടീരിയ ഫ്ലോറ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രധാന സോഴ്സാണ്. അത് ഈ ഇടയ്ക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ വായ്ക്കകത്തുമെല്ലാം ഇതുണ്ട്. നമുക്ക് വായ്ക്കകത്ത് വരാൻ സാധ്യതയുള്ള പലവിധ രോഗങ്ങളെ ചെറുക്കുന്നതിനെല്ലാം ഈ ബാക്ടീരിയകൾ തന്നെയാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. എന്നാൽ ഇത് നശിച്ചു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിനകത്തേക്ക് ബോംബിടുന്ന പോലെ നമ്മൾ കഴിക്കുന്ന ചില ഇനം മരുന്നുകൾ, ഏറ്റവും പ്രധാനം ആൻറ്റിബയോട്ടിക്കുകളാണ്. ആൻറ്റിബയോട്ടിക്കുകൾ ശരീരത്തിനകത്ത് ആവശ്യമില്ലെന്ന് ചോദിച്ചാൽ പുറത്തുനിന്ന് കയറുന്ന ചില ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിന് ആൻറ്റിബയോട്ടിക്കുകൾ ഗുണകരമാണ്. ഒരിക്കലും ഒരു വൈറസ് രോഗത്തിന് ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ നമ്മുടെ ശരീരത്തിലുള്ള ഈ രോഗാണുക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ ആൻറ്റിബയോട്ടിക്കിന് അറിഞ്ഞുകൂടാ നമ്മുടെ ശരീരത്തിലുള്ള ഏതാണ് നല്ല ബാക്ടീരിയ ഏതാണ് മോശം ബാക്ടീരിയ എന്ന്. ആൻറ്റിബയോട്ടിക്കുകൾ ചെന്ന് നമ്മുടെ ശരീരത്തിനകത്ത് ജീവിക്കുന്ന ഈ ആവാസ വ്യവസ്ഥയിലെ കംപ്ലീറ്റ് ബാക്ടീരിയകളെ ഒരുമാതിരപ്പെട്ട് നശിപ്പിച്ച് കളയും. അപ്പോൾ എന്ത് സംഭവിക്കും? പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റവും ഈ ആവാസ വ്യവസ്ഥ താളം തെറ്റും. നമുക്ക് പെട്ടെന്ന് പല പ്രശ്നങ്ങളും ഉണ്ടായിന്ന് വരാം. അതുകൊണ്ടാണ് ഈ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നതിൻ്റെ തൊട്ട് പുറകെ ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത്, വയറിന് പ്രോബ്ലം, ഗ്യാസ് ട്രബിൾ പോലുള്ള കംപ്ലയിൻസ്, അലർജി ടെൻഡൻസി ഉള്ളവർക്ക് പെട്ടെന്ന് തുമ്മൽ കൂടുന്നു, അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ കൂടുന്നു, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ ഉടൻ തന്നെ മൂത്രത്തിൽ പഴുപ്പ് വരുന്നു. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ വജൈനൽ ഡിസ്ചാർജ്, പെട്ടെന്ന് വെള്ളപ്പോക്ക് പോലുള്ള പ്രോബ്ലംസ് വരുന്നു. ഇങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോരോ ഭാഗത്തും പെട്ടെന്ന് ചേഞ്ചസ് ഉണ്ടാകുന്നത് ഈ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ ഈ അവിടുത്തെ ആവാസ വ്യവസ്ഥ തകിടം മറിയുന്നതുകൊണ്ടാണ്. എന്നാൽ നമ്മുടെ ശരീരം ക്രമേണ അതിനെ ഓവർകം ചെയ്ത് നോർമലാക്കി എടുക്കും. എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ എത്തുന്ന നാച്ചുറലായിട്ടുള്ള ചില പ്രോബയോട്ടിക് സൂക്ഷ്മാണുക്കളുണ്ട്. അവ എത്തിക്കഴിഞ്ഞിരുന്നാൽ ഓട്ടോമാറ്റിക്കലി ശരീരം തന്നെ അതിനെ നോർമലാക്കി കൊണ്ടുവരും. അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു സപ്ലിമെൻ്റ് എടുക്കേണ്ട സാഹചര്യം വരുന്നില്ല. രണ്ടാമത്തത്, നമ്മുടെ കുടലിനകത്തോ നമ്മുടെ ശരീരത്തിലോ ജീവിക്കുന്ന ഈ ബാക്ടീരിയകളെ പരിപോഷിപ്പിക്കാനായിട്ട്, അവയെ വളർത്താനായിട്ടുള്ള ചില ഭക്ഷണങ്ങളും കഴിച്ചിരിക്കണം. അവയ്ക്ക് വേണ്ടി നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് പ്രീബയോട്ടിക് ഭക്ഷണങ്ങളെന്ന് പറയും. ഈ പ്രീബയോട്ടിക് ഭക്ഷണങ്ങളെന്ന് പറയുന്നത് പുതിയ സംഭവമൊന്നുമല്ല. നമ്മൾ കഴിക്കുന്ന നമ്മുടെ ആമാശയത്തിൽ പൂർണ്ണമായിട്ടും ദഹിക്കാത്ത ഏതൊരു ഭക്ഷണവും പ്രീബയോട്ടിക് ഭക്ഷണങ്ങളുടെ കാറ്റഗറിയിൽ വരും. ആൻറ്റിബയോട്ടിക് മാത്രമല്ല കുടലിനകത്തുള്ള പ്രോബ്ലംസ് നശിപ്പിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് അമിതമായിട്ട് മധുരം ചെന്ന് കഴിഞ്ഞിരുന്നാൽ, പ്രത്യേകിച്ച് ബേക്കറിയിലുള്ള ഭക്ഷണങ്ങളിലെല്ലാം ഉള്ള ഈ പ്രിസർവേറ്റീവ്സ് ഏജൻസ്, കളറുകൾ, സ്വീറ്റ്നേഴ്സ്, അതേപോലെ തന്നെ നിങ്ങൾ അമിതമായി കഴിക്കുന്ന നാച്ചുറൽ മധുരമാണെങ്കിൽ പോലും ഇത് വയറിനകത്തുള്ള ആവാസ വ്യവസ്ഥയെ താളം തെറ്റിച്ച് ബാക്ടീരിയകളും ഫംഗസുകളുടെയും ഒരു ഡേഞ്ചറസ് ലെവൽ കൂടുന്നതിന് കാരണമാകും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കുറയ്ക്കണമെന്ന് പറയുന്നത്. അതിന് പകരം നാച്ചുറലായിട്ടുള്ള പ്രീബയോട്ടിക് ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഇവയുടെ ആവാസ വ്യവസ്ഥ നോർമലായിട്ട് നിലനിൽക്കും. ഉദാഹരണത്തിന് നമ്മുടെ കാട്ടിൽ മരങ്ങൾ വളരുന്നതിന് ഡെയിലി പോയി വെള്ളം ഒഴിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. അത് തനിയെ അവിടെ വളർന്നു പോകത്തില്ല. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മുടെ ആമാശയത്തിൽ പൂർണ്ണമായിട്ടും ദഹിക്കാത്തത് പച്ചക്കറികൾ, ഇലക്കറികൾ. പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ തോലോടുകൂടി എടുക്കുന്ന ചെറിയ പച്ചക്കറികൾ നല്ലതാണ്. ഇലക്കറികളെല്ലാം തന്നെ പ്രീബയോട്ടിക്കുകളാണ്. അതേപോലെ അമിതമായി പഴുത്തു പോകാത്ത എല്ലാവിധ ഫലങ്ങളും പഴങ്ങളും, പ്രത്യേകിച്ച് ചെറിയൊരു പുളിയുള്ള പൂർണ്ണമായിട്ടും പഴുക്കാത്ത പഴങ്ങൾ, പ്രത്യേകിച്ച് ഏത്തപ്പഴമൊക്കെ പൂർണ്ണമായും പഴുത്തു പോകാത്തതാണെങ്കിൽ അവയൊക്കെ മികച്ച പ്രീബയോട്ടിക് ഭക്ഷണങ്ങളാണ്. നമ്മുടെ ശരീരത്തിനകത്തുള്ള എല്ലാ ബാക്ടീരിയകളും ഫംഗസുകളും ഇവ കഴിച്ച് തന്നെ ജീവിക്കും. തീർന്നില്ല, തവിടുള്ള ധാന്യങ്ങൾ, നട്ട്സ്, പ്രത്യേകിച്ച് ഫ്ലാക്സ് സീഡ്, ചിയ സീഡ് പോലുള്ള എല്ലാവിധ ധാന്യങ്ങൾക്കകത്തും നട്ട്സിനകത്തും എല്ലാം തന്നെ ഈ പ്രീബയോട്ടിക് ഘടകങ്ങളുണ്ട്. ഇവ കഴിച്ച് സമാധാനവും സന്തോഷമായിട്ട് നമ്മുടെ ശരീരത്തിനകത്തുള്ള ബാക്ടീരിയകളും ഫംഗസുകളും ഇതെല്ലാം ജീവിക്കുകയും ആവാസ വ്യവസ്ഥ നിലനിൽക്കുകയും ചെയ്യും. എന്നാൽ ചിലവിധ രോഗങ്ങളുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് തീരെ കിടപ്പിലായിട്ടുള്ള ആൾക്കാർ, ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കാൻ സാധിക്കാത്ത ആൾക്കാർ, IBS പോലെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലുള്ള അവസ്ഥകളുള്ളവർ, ക്രോൺസ് ഡിസീസ് പോലെ നമ്മുടെ കുടലിനകത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ വലിച്ചെടുക്കാൻ സാധിക്കാതെ വരുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് ചിലപ്പോൾ പ്രോബയോട്ടിക്കുകൾ നൽകേണ്ട, സപ്ലിമെൻ്റായിട്ട് നൽകേണ്ട സാഹചര്യം ഉണ്ടായി എന്ന് വരാം. പ്രധാനമായിട്ടും ഇവർക്ക് നൽകേണ്ടത് നമ്മുടെ നാട്ടിലുള്ള നാച്ചുറൽ പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ,
തൈര്, മോര്, വെണ്ണ പോലുള്ളവയ്ക്കകത്ത് ധാരാളമായിട്ട് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട്. ഇവ കഴിച്ചാൽ തന്നെ ആവശ്യത്തിന് സാധനം കിട്ടും. ഇത് മാത്രമല്ല ഉള്ളത്, നമുക്ക് കിംചി പോലെ അല്ലെങ്കിൽ കെഫിർ പോലുള്ള ഇന്ത്യയിലുള്ള പലവിധ ഭക്ഷണങ്ങൾക്കകത്തും അല്ലെങ്കിൽ യോഗേർട്ട് പോലുള്ളവ, പ്രത്യേകിച്ച് പ്രോബയോട്ടിക് യോഗേർട്ട് എന്ന് പറഞ്ഞ് ആഡഡ് ബാക്ടീരിയാസ് ഉള്ള യോഗേർട്ടിനകത്തും എല്ലാം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഈ പ്രോബയോട്ടിക് ബാക്ടീരിയകൾ കുറഞ്ഞു പോകുന്ന സൂക്ഷ്മാണുക്കളെ ശരീരത്തിലേക്ക് നൽകാനായിട്ട് സാധിക്കും. നമ്മുടെ എല്ലാം വീടുകളിൽ പണ്ടുകാലം മുതലേ ഉണ്ടാക്കുന്ന അച്ചാറുകളില്ലേ, ഒരിക്കലും കടയിൽ നിന്ന് വാങ്ങുന്ന പ്രിസർവേറ്റീവ്സും കളറുകളും ചേർത്തിട്ടുള്ള പാക്കറ്റിൽ വരുന്ന അച്ചാറുകളല്ല, വീട്ടിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവിധ അച്ചാറുകൾക്കകത്തും 2 ദിവസം അച്ചാറുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ബാക്ടീരിയകൾ ഡെവലപ്പ് ചെയ്യും. അത് ഒരു മികച്ച പ്രോബയോട്ടിക് ഭക്ഷണമാണ്. ഇതെല്ലാം കഴിച്ചിരുന്നാൽ തന്നെ ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിനകത്ത് ഇത് കിട്ടും. എന്നാൽ ക്രോൺസ് ഡിസീസോ അല്ലെങ്കിൽ IBS ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് കഴിച്ച് വയറും നമ്മുടെ ശരീരം എല്ലാം കുളമായിട്ടിരിക്കുന്നവരാണെങ്കിലോ അവർക്ക് ഈ പ്രോബയോട്ടിക്കുകൾ ചേർന്ന ചില സപ്ലിമെൻറ്റുകൾ ഡോക്ടർമാർ ആ മരുന്നിൻ്റെ ഒപ്പം നൽകാറുണ്ട്. അതിൻ്റെ ആവശ്യമേ നമ്മുടെ ശരീരത്തിന് നോർമലായിട്ടുള്ളൂ. പലരും വിചാരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു നെറേറ്റീവ് ഇപ്പോൾ വരുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഏതൊരു അസുഖം, ഈവൻ ക്യാൻസർ ആണെങ്കിൽ പോലും നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ ചെറുക്കുന്നതിന് അല്ലെങ്കിൽ ആ രോഗം കുറയുന്നതിന് പ്രോബയോട്ടിക്കുകൾ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ പ്രോബയോട്ടിക്കൽ സപ്ലിമെൻറ്റുകൾ പതിവായി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ആ ഒരു നെറേറ്റീവ് ഉള്ളതുകൊണ്ടാണ് ഇന്നിപ്പം നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് ആൾക്കാർ പ്രോബയോട്ടിക്കൽ സാധനങ്ങൾ വാങ്ങുന്നതും കഴിക്കുന്നതും. ഇതിന് ഡോക്ടർമാരും പലപ്പോഴും ഇത് കൊടുക്കാറുണ്ട്, ഡോക്ടർമാർ ഇതിൻ്റെ കച്ചവടം ചെയ്യാറുണ്ട്. ഇന്ന് പലപ്പോഴും പ്രത്യേകിച്ച് അലോപ്പതിയിലുള്ള പല ഡോക്ടർമാരും പറയുന്നത് അലോപ്പതി വൈദ്യശാസ്ത്രത്തിലല്ലാത്ത ബാക്കി പുറത്തുള്ള ഇപ്പോൾ ഹോമിയോപ്പതിയോ ആയുർവേദമോ നാച്ചുറോപ്പതിയോ എല്ലാ ഡോക്ടർമാരും ഇത്തരത്തിൽ സപ്ലിമെൻറ്റ് കച്ചവടക്കാരാണ്. ഏകദേശം 1 വർഷം മുമ്പ് എൻ്റെ പേരിലും ഞാൻ സപ്ലിമെൻറ്റ് കച്ചവടം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരു ആരോപണം ഒരു ഡോക്ടർ പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ ഇന്നേ വരെ ഒരു സപ്ലിമെൻറ്റും പ്രത്യേകിച്ച് ഈ പ്രോബയോട്ടിക്കുകൾ ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ പറയുന്ന ആപ്പാടെ തൈരോ മോരോ അല്ലെങ്കിൽ വെണ്ണയൊക്കെ കഴിക്കാൻ മാത്രമാണ്, അല്ലെങ്കിൽ അച്ചാറുണ്ടായി കഴിക്കാൻ പറയാറുണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ തരത്തിൽ പ്രത്യേകിച്ച് എല്ലാ വിഭാഗത്തിലും കള്ളനാണയങ്ങളുണ്ടെന്ന് പറഞ്ഞ പോലെ സപ്ലിമെൻ്റ് കച്ചവടക്കാർ ഡോക്ടർമാരുടെ ഇടയിൽ ഇന്ന് വ്യാപകമായിട്ടുണ്ട്. പ്രധാന കാരണം ചുരുങ്ങിയ ചിലവിൽ സാമ്പത്തികം നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം. അലോപ്പതിയിലും ഇത്തരത്തിൽ ലാവിഷായിട്ട് സപ്ലിമെൻ്റ് എഴുതുന്ന 10ഓളം ഡോക്ടർമാരുടെ പേര് എനിക്ക് തന്നെ അറിയാം. പക്ഷേ പ്രത്യേകിച്ച് ഞാനതിപ്പോൾ അവരുടെ പേര് പറയുന്നില്ല. ഓരോ മാസവും സപ്ലിമെൻറ്റുകൾ മാത്രം, പ്രത്യേകിച്ച് ഈ പ്രോബയോട്ടിക് സപ്ലിമെൻ്റ് ഉൾപ്പെടെ 30,000 രൂപയ്ക്ക് വരെ എഴുതുന്ന ആൾക്കാരുടെ പേര് എനിക്കറിയാം. പക്ഷേ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണോ അല്ലയോ എന്നുള്ള കാര്യത്തിനാണ് നമ്മൾ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സപ്ലിമെൻ്റ് കച്ചവടം, പ്രത്യേകിച്ച് ഇത്തരത്തിൽ പ്രോബയോട്ടിക് സപ്ലിമെൻറ്റുകളുടെ കച്ചവടം നമ്മുടെ നാട്ടിൽ കൂടുന്നതെന്നറിയാമോ? പ്രത്യേകിച്ച് ഈ മരുന്നുകളുടെയും എല്ലാം ഗുണഗണങ്ങൾ നിശ്ചയിക്കുന്ന FDA അംഗീകാരം പ്രോബയോട്ടിക്കുകൾക്ക് വേണ്ട എന്നുള്ളതുണ്ട്. അതായത് ഒരു മരുന്ന് പുതിയതായിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനും അവയുടെ അംഗീകാരം കൊടുക്കുന്നതിനും അവ മോണിറ്റർ ചെയ്യുന്നതിനുമെല്ലാം, ഓരോ ബാച്ച് മോണിറ്റർ ചെയ്യുന്നതിനുമെല്ലാം തന്നെ FDA അംഗീകാരം ആവശ്യമുണ്ട്. എന്നാൽ ഇത്തരത്തിൽ പ്രോബയോട്ടിക് സപ്ലിമെൻറ്റുകൾ മരുന്നുകളുടെ കാറ്റഗറിയിൽ വരാത്തതുകൊണ്ട് ഇവയ്ക്കകത്തുള്ള കണ്ടന്റ് എന്തെന്നോ ഇവയുടെ ഗുണനിലവാരം എന്താണെന്നോ നമുക്ക് FDA ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും നാളെ ഒരു കമ്പനി ഉണ്ടാക്കി പ്രോബയോട്ടിക്കുകളുടെ ഒരു പ്രോഡക്റ്റും കൊണ്ട് ഇറങ്ങാൻ പറ്റും. നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് വിറ്റുപോകും. ഇത് മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നന്നായിട്ട് ലാഭം കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കാലത്ത് ഡോക്ടർമാരുൾപ്പെടെ ഈ പ്രോബയോട്ടിക് സപ്ലിമെൻ്റ് കച്ചവടമായിട്ട് മുൻനിരയിലുള്ളത്. പക്ഷേ ചീത്തപ്പേര് എപ്പോഴും ഇത്തരത്തിൽ ഓൾട്ടർനേറ്റീവ് സിസ്റ്റമുള്ള ഡോക്ടർമാരുടെ തലയ്ക്ക് വയ്ക്കുകയും ചെയ്യും. ഡോക്ടർമാർ മാത്രമല്ല, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലരും ഇത്തരത്തിൽ സപ്ലിമെൻറ്റുകൾ, പ്രത്യേകിച്ച് പ്രോബയോട്ടിക് സപ്ലിമെൻറ്റുകളുടെ കച്ചവടം ലാവിഷായിട്ട് നടത്തുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ ആരോഗ്യം എന്ന പേര് പറഞ്ഞാൽ ഈ എളുപ്പവഴിയിൽ ഷോർട്ട് കട്ടിലൂടെ ആരോഗ്യം നേടാൻ ആഗ്രഹിക്കുന്ന സകലരും ഇത്തരത്തിൽ സാധനങ്ങൾ വാങ്ങി കഴിക്കുകയും ചെയ്യും. ഇത് വിൽക്കുന്നവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകുകയും ചെയ്യും. അതിനപ്പുറം ഈ പ്രോബയോട്ടിക് സപ്ലിമെൻ്റ് കച്ചവടത്തിൽ വലിയ അർത്ഥവും വലിയ കഥയൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുകയും ശരീരത്തിന് വളരെ അത്യാവശ്യം, അതായത് ഒരു രോഗമുണ്ട് അത് മാറുന്നതിന് നിങ്ങൾ ആൻറ്റിബയോട്ടിക് കൂടിയേ തീരുള്ളൂ എന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ ആൻറ്റിബയോട്ടിക് എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ കഴിയുന്നത്ര അത്തരത്തിലുള്ള മരുന്നുകളുടെ ആവശ്യമില്ല. പലപ്പോഴും ആവശ്യത്തിനുള്ള നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡുകളും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഈ ഇലക്കറികളും മറ്റു ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞാൽ നല്ല നാച്ചുറൽ പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക് എല്ലാം കിട്ടുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിൻ്റെ ആവാസ വ്യവസ്ഥിതി നന്നായിട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഈ കുടലിനകത്ത് മാത്രമാണ് ഈ പ്രോബയോട്ടിക് സൂക്ഷ്മാണുക്കൾ ജീവിക്കുന്നതെന്ന് നിങ്ങൾ ഈ കാണുന്നവരാരും വിചാരിക്കരുത്. നമ്മുടെ മുടിയിടകളിലും മൂക്കിൻ്റെ അകത്തും മീശയുടെ ഇടയിലും നമ്മുടെ നഖത്തിൻ്റെ ഇടയിലും വരെ നമുക്ക് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ജീവിക്കുന്നുണ്ട്. അവയ്ക്ക് നിങ്ങൾ പുറത്ത് നിന്ന് സെപ്പറേറ്റ് ഈ നഴ്സറിയിൽ നമ്മൾ വെള്ളവും വളവും കൊടുക്കുന്ന ചെടിക്ക് ഇട്ട് കൊടുക്കുന്ന പോലെ ഒന്നും വളർത്തേണ്ട കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ പ്രോബയോട്ടിക്കുകളെ കുറിച്ചുള്ള സത്യാവസ്ഥ എന്താണെന്ന്
എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇത് എല്ലാ മലയാളികളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യമാണ് വേണ്ടത്, അതിന് നല്ല ന്യൂട്രീഷ്യസ് ഭക്ഷണങ്ങളാണ് വേണ്ടത്, അല്ലാതെ സപ്ലിമെൻറ്റുകളുടെ പുറകെ പോകേണ്ട ആവശ്യമില്ല. സപ്ലിമെൻറ്റുകൾക്ക് അസുഖം മാറ്റാനുള്ള കഴിവുമില്ല. ഇതാണ് നമുക്ക് ഈ പ്രോബയോട്ടിക്കുകളെ കുറിച്ചുള്ള സത്യാവസ്ഥ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളെല്ലാ മലയാളികളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ഇനിയെങ്കിലും എന്താണ് ഈ പ്രോബയോട്ടിക്കുകൾ എന്നുള്ള സത്യാവസ്ഥ എല്ലാവരും മനസ്സിലാക്കട്ടെ. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.